അള്ളാഹുവിൻ്റെ വഴിയിൽ കൊല്ലപ്പെടുന്നവരെ പറ്റി നിങ്ങൾ പറയാൻ പാടില്ല. അമ്മാത്തുൽ അവർ മരിച്ചവരാണെന്ന് പറയാൻ പാടില്ല. വല്ല അഹ്യാഉൻ അവർ ജീവനുള്ളവർ തന്നെയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ജീവനുള്ളവർ തന്നെയാണ് ഇവിടെ നടക്കുന്ന ഈ തഹ്ദീറുൽ ഫുതൂഹ്, ഈ സാധുവായ ഞാൻ വന്ന് പ്രസംഗിക്കുന്നു. ഇതെല്ലാം ആ ബദരീങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ബദരീങ്ങളുടെ പേര് ഓരോ ദിവസവും ഒരു പ്രാവശ്യം എങ്ങനെയെങ്കിലും പറയാൻ സമയമുണ്ടാക്കണം. കച്ചവടക്കാർക്കും മറ്റു ജോലിക്കാർക്കൊന്നും സമയമുണ്ടാവില്ല. എന്നാലും ഉറങ്ങാൻ പോകുന്നതിൻ്റെ മുമ്പ് ഒരു 5 മിനിറ്റ് ഇതൊന്ന് ചെല്ലാൻ സമയമുണ്ടാക്കിയെടുത്താൽ ബദരീങ്ങളുടെ പേരുമായി അസ്മാഉൽ ഹുസ്നയുമായി ഇങ്ങനെ ഓരോ വയസ്സും പ്രോത്സാഹിക്കുന്നത് അസ്മാഉൽ ഹുസ്നകൊണ്ടാണ്. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. അവൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ചെറുപ്പക്കാരും വയസ്സന്മാരും പുരുഷന്മാരും സ്ത്രീകളും എല്ലാം ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് എവിടെയും പോകാം. ബദരീങ്ങളുണ്ടായാൽ നമുക്ക് എവിടെയും പോകുന്നത് പേടിക്കണ്ട. അവരെ സഹായം കൊണ്ട് അള്ളാഹു നമുക്ക് സഹായിക്കും. ബദരീങ്ങളെ കൊണ്ടുള്ള തവസ്സുൽ തങ്ങൾ വരെ ചെയ്തിട്ടുണ്ട്. യുദ്ധത്തിന് പോകുന്ന സമയത്ത് അല്ലാഹുമ്മ അൻസുർനാ ബിസഅദത്തിൽ മുഹാജിരീൻ, അല്ലാഹുവേ ഇതര വന്നിട്ട് മദീനത്തെത്തിയ ഈ സഹാബത്തിൽ വളരെ സാധുക്കളായ ആളുകളെല്ലാം ഉണ്ട്. അവരും ഞങ്ങളുടെ കൂട്ടത്തിൽ യുദ്ധത്തിനും നീ പ്രവർത്തനമുണ്ട്. അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണം എന്ന് ആരാണത് ചെയ്യുന്നത്? ലോകത്തിൻ്റെ നേതാവായ സയ്യിദുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹു ചോദിച്ചാൽ കൊടുക്കുമല്ലോ. റസൂലുള്ളാഹിക്ക് എങ്ങനെ കൊടുക്കൂലേ? ആ കൊടുക്കുന്നതിന് പുറമെ ബദരീങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്ത്, ആ സഹാബത്തിനെ കൊണ്ട് തവസ്സുൽ ചെയ്ത് അള്ളാഹുവിൻ്റെ റസൂലാണ് പറയുന്നത്, അള്ളാഹ് ഈ സാധുക്കളായ സഹാബത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണം, ഞങ്ങൾക്ക് സഹായം തരണമെന്ന് അഖില ലോകത്തിൻ്റെ നേതാവായ സയ്യിദുൽ വറ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ബദരീങ്ങളെ കൊണ്ട് ബർക്കത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ, അവരെ മുൻനിർത്തി അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചെല്ലുന്നത് അത് തന്നെയാണ്. ബിഹംദത്തിൽ ഖറാജ് അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദി ശുഹദാഇ. അതാണ് മലപ്പുറത്തിലെ മോഹിച്ചിട്ട് അവർ ബദർഗത്തപ്പാട്ടിൽ വമ്പത്തേർന്ന ഒരു വരികൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹംദത്തുൽ ഖറാറിന്റെ പവറുകളും അവിടുത്തെ ധീരതയും അവിടുത്തെ ശക്തിയും ആണ്. മദീനത്ത് ഒരു കാലത്തുണ്ടായിരുന്നു, വെറുതെ പോയി നിന്ന് ദ്വാരക്കാൻ സമ്മതിക്കാത്തൊരു കാലം. അന്ന് ഞാനും കലിയിൽ തങ്ങളും കൂടി പോയിട്ട് അവിടെ നിന്ന് ദ്വാരക്കണമല്ലോ. അപ്പൊ അവിടെ ഒരു എളുപ്പിന്റെ മറവിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി ആ വണ്ടിയിൽ വെച്ച് ഞങ്ങൾ
ഈ ബദരീങ്ങളെ പേര് പറഞ്ഞ് പ്രത്യേകിച്ച് ഹംസത്തുൽ ഖറാറിൻ്റെ പേര് പറഞ്ഞ് പ്രത്യേകമായി ഞങ്ങളെ ദ്വാരം ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദ്വാരം അള്ളാഹു താല അതെല്ലാം സാധിപ്പിച്ച് തന്നിട്ടുണ്ട്, തരുന്നുണ്ട്. ദീനിന് ഖിദ്മത്ത് ചെയ്യൽ തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ മുഖ്യമായ കാര്യം. ഇൽമ പഠിപ്പിക്കുക, ഇൽമ ഇവിടെ പ്രചരിപ്പിക്കുക. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെയും സ്വാലിഹ്യങ്ങളെയും ജനങ്ങൾ